ഗുഡ് ആഫ്റ്റർനൂൺ. സോ 5th മൊഡ്യൂളിൽ ലാസ്റ്റ് കുറച്ച് ടോപ്പിക്സ് പെൻഡിങ് ഉണ്ടായിരുന്നു, അതാണ് ഇന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ നോട്ട്സ് ഞാൻ നേരത്തെ തന്ന ആ ഒരു കൂട്ടത്തിൽ തന്നെ ഉണ്ട്. അപ്പോൾ ആ നോട്ട്സ് വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നിങ്ങൾ ആ നോട്ട്സ് PDF വായിച്ച് നോക്കുക. കാരണം ഇത് വീഡിയോയിൽ അത്രയ്ക്ക് ക്ലിയർ ആയിട്ട് വരാൻ സാധ്യതയില്ല. അതുകൊണ്ട് നോട്ട്സ് കൂടി നോക്കിയിട്ട് വായിച്ച് നോക്കിയാലേ അത് ക്ലിയർ ആവുള്ളൂ. അപ്പോൾ ഞാൻ ജസ്റ്റ് പറഞ്ഞു പോവാണ്. കാരണം ഇത് എ പാർട്ടിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസാണ്. 5 മാർക്കിന് 2-3 ക്വസ്റ്റ്യൻസ് ഇതിൽ നിന്ന് ചോദിക്കാറുണ്ട്. അതിൽ ഫസ്റ്റ് വണ്ണെന്ന് പറയുന്നത്, അതിനു മുന്നേ നമ്മൾ ഇതുവരെ പറഞ്ഞു വന്നത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എറേഴ്സാണ്. അതിൽ ഇൻപുട്ട് ക്വാണ്ടൈസേഷൻ എറർ ഉണ്ടായിരുന്നു, ദെൻ പ്രോഡക്റ്റ് ക്വാണ്ടൈസേഷൻ എറർ ഉണ്ടായിരുന്നു. ഇത് രണ്ടുമാണ് നമ്മൾ മെയിനായിട്ട് നോക്കിയത്. അതിൻ്റെ ഡെഫിനിഷൻസും അതിൻ്റെ ഔട്ട്പുട്ട് നോയ്സ് പവർ, അതിൻ്റെ നോയ്സ് മോഡൽ, ഇതൊക്കെ വരയ്ക്കാനാണ് പ്രീവിയസ് ക്ലാസ്സസിൽ നോക്കിയത്. നമ്മൾ ആക്ച്വലി 3 എററാണ് തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. തേർഡ് വൺ എന്ന് പറയുന്നത് കോഎഫിഷ്യൻറ്റ് ക്വാണ്ടൈസേഷൻ എററാണ്. അപ്പോൾ അത് എടുത്ത് പറയാത്തതെന്ന് വെച്ചാൽ അതിൽ നമുക്ക് അങ്ങനെ പ്രോബ്ലം ഒന്നും ചോദിക്കാറില്ല. ജസ്റ്റ് ആദ്യം പറഞ്ഞ ഡെഫിനിഷൻ എന്താണെന്ന് മാത്രം അറിഞ്ഞിരിക്കേണ്ട ആവശ്യമുള്ളൂ. കോഎഫിഷ്യൻറ്റ് ക്വാണ്ടൈസേഷൻ എറർ എന്ന് പറഞ്ഞാൽ നമ്മളൊരു വാല്യൂ, ഏതെങ്കിലും ഒരു കോഎഫിഷ്യൻ്റെ വാല്യൂ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. ഫിൽറ്റർ ഡിസൈനൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ 4ഉം 5ഉം ഡെസിമൽ പോയിൻറ്റ്സ് ഒക്കെ ആക്യുറേറ്റ് ആയിട്ട് നമ്മളെടുത്താണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. പക്ഷേ അതിനെ നമ്മൾ ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്ത് അവിടെ റൗണ്ടിങ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അവിടെ ഇപ്പം 4ഉം 5ഉം ഡെസിമൽസ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുവന്ന ആക്യുറസി നമുക്ക് അവിടെ നഷ്ടപ്പെടും. അപ്പോൾ അതുമൂലം ഉണ്ടാകുന്ന എററാണ് കോഎഫിഷ്യൻറ്റ് ക്വാണ്ടൈസേഷൻ എറർ. അതിൽ അത്രയും കാര്യമേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു സിഗ്നിഫിക്കൻസ് വരുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ചില സിസ്റ്റം സ്റ്റേബിൾ ആവുന്നത് പോൾസ് യൂണിറ്റ് സർക്കിളിനുള്ളിൽ വരുമ്പോഴാണല്ലോ. അപ്പോൾ ആ യൂണിറ്റ് സർക്കിളിൻ്റെ അടുത്ത് വരുന്ന വാല്യൂസ് ഉള്ള കേസാണെങ്കിൽ ഇതേപോലെ ക്വാണ്ടൈസേഷൻ ചെയ്യുമ്പോൾ ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി അത് പുറത്ത് പോയി അൺസ്റ്റേബിൾ ആവാനുള്ള ഒരു സാധ്യതയുണ്ട്. സോ ആ ഒരു കേസിലാണ് ഈ ഒരു എററിന് സിഗ്നിഫിക്കൻസ് വരുന്നത്. അപ്പം അത് ആദ്യം പറഞ്ഞ ഡെഫിനിഷൻ മാത്രം അറിഞ്ഞിരുന്നാൽ മതി, കൂടുതലൊന്നും ഇതൊന്നും ചോദിക്കാറില്ല. ഓക്കെ, പിന്നെ വരുന്നതാണ് ഈ പറയുന്ന സീറോ ഇൻപുട്ട് ലിമിറ്റ് സൈക്കിൾ ഓസിലേഷൻസ്. കുറച്ച് ഈ പറയുന്ന ക്വാണ്ടൈസേഷൻ അല്ലെങ്കിൽ റൗണ്ടിങ് ഒക്കെ മൂലം ഉണ്ടാകുന്ന കുറച്ച് പ്രോബ്ലംസ് ആണ് ഇനി പറയുന്നത്. അതിലൊരെണ്ണമാണ് സീറോ ഇൻപുട്ട് ലിമിറ്റ് സൈക്കിൾ ഓസിലേഷൻസ് എന്ന് പറയുന്നത്. അതിൻ്റെ ഡെഫിനിഷൻ പറയുന്നത് വെച്ചാൽ, വെൻ എ സ്റ്റേബിൾ ഡിജിറ്റൽ IIR filter is excited by a finite input sequence that is constant, the output will ideally decay to 0. അപ്പോൾ നമ്മളൊരു ഫൈനൈറ്റ് ആയിട്ടുള്ളൊരു ഇൻപുട്ട് സീക്വൻസ് ആണ് കൊടുക്കുന്നതെങ്കിൽ ആ ഇൻപുട്ട് സീക്വൻസ് കഴിയുമ്പോൾ ഫൈനൈറ്റ് ആണ്, അപ്പം ഇത്ര വാല്യൂസ് കഴിയുമ്പോൾ അത് തീരും. അപ്പോൾ ആ ഇൻപുട്ട് തീരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ഔട്ട്പുട്ടും ഫൈനലി decay to 0 ആവേണ്ടതാണ്. ബട്ട് ചില കേസസിൽ, അതായത് ചില നോൺ ലീനിയാരിറ്റീസ് മൂലം, നമ്മൾ പല ടൈപ്പ് ഓഫ് നോൺ ലീനിയാരിറ്റീസ് പഠിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള നോൺ ലീനിയാരിറ്റീസിൻ്റെ പ്രസൻസ് മൂലം ഇത് 0യിലേക്ക് ഡീക്കേ ആവാതെ ഓസിലേഷൻസ് കാണിക്കും. അതിനെയാണ് നമ്മൾ സീറോ ഇൻപുട്ട് ലിമിറ്റ് സൈക്കിൾ ഓസിലേഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് റീസൺ ആവുന്ന എന്താണ്, നോൺ ലീനിയാരിറ്റീസ് ഡ്യൂ ടു ഫൈനൈറ്റ് പ്രിസിഷൻ അരിത്തമെറ്റിക്, അല്ലെങ്കിൽ ഈ പറയുന്ന ക്വാണ്ടൈസേഷനും റൗണ്ടിങ്ങും ഒക്കെ മൂലം നോൺ ലീനിയർ എറേഴ്സ് അല്ലെങ്കിൽ നോൺ ലീനിയാരിറ്റീസ് അതിൽ എറൈസ് ചെയ്യാറുണ്ട്. അതുമൂലം ഉണ്ടാകുന്ന ഒരു എഫക്റ്റാണ് ഈ സീറോ ഇൻപുട്ട് ലിമിറ്റ് സൈക്കിൾ ഓസിലേഷൻസ് എന്ന് പറയുന്നത്. അപ്പം ഇൻപുട്ട് 0 ആക്കിയാലും ഔട്ട്പുട്ടിൽ വാല്യൂ വരും. അത് ഓസിലേറ്റ് ചെയ്ത് 2 വാല്യൂസിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ മാറി മാറി നിൽക്കും. അതിനാണ് ഈ ഒരു പേരിട്ട് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിളാണ് പിന്നെ കൊടുത്തിട്ടുള്ളത്. ഈ എക്സാമ്പിൾ ഇങ്ങനെ തന്നെ എക്സാമിന് 1-2 തവണ ചോദിച്ചിട്ടുണ്ട്. സെയിം വാല്യൂസ് ഈ ഒരു ടേബിൾ വരയ്ക്കാനായിട്ട്. അപ്പോൾ ഈ ടേബിൾ ബൈഹാർട്ട് ചെയ്ത് പഠിക്കാനുള്ളതല്ല, അത് മനസ്സിലാക്കി നമുക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ പർട്ടിക്കുലർ എക്സാമ്പിൾ തന്നെയാണ് എക്സാമിന് സ്ഥിരമായിട്ട് ചോദിക്കാറുള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. കൺസിഡർ എ ഫസ്റ്റ് ഓർഡർ IIR ഫിൽറ്റർ വിത്ത് ഡിഫറൻസ് ഇക്വേഷൻ y of n is equal to x of n plus alpha into y of n minus 1. അപ്പോൾ ഒരു IIR ഫിൽറ്ററിൻ്റെ ഡിഫറൻസ് ഇക്വേഷനാണ് തന്നിട്ടുള്ളത്. ആൻഡ് അസ്യൂം ഒരു ആൽഫ കോഎഫിഷ്യൻ്റ് ഉണ്ട്. അസ്യൂം ആൽഫ ഇസ് ഈക്വൽ ടു 1/2. അപ്പോൾ ആൽഫയുടെ വാല്യൂ 1/2 ആണെന്ന് തന്നിട്ടുണ്ട്. ആൻഡ് ദ ഡേറ്റ രജിസ്റ്റർ ലെങ്ത് ഇസ് 3 bit പ്ലസ് എ സൈൻ ബിറ്റ്. അപ്പം 3 bits പ്ലസ് എ സൈൻ ബിറ്റാണ് ആ ഡേറ്റ രജിസ്റ്ററിൻ്റെ ലെങ്ത്. അപ്പോൾ അതിൽ കൂടുതൽ വന്നാൽ നമ്മൾ എന്ത് ചെയ്യണം, അതിനെ റൗണ്ട് ഓഫ് ചെയ്ത് വേണം എടുക്കാനായിട്ട്. ആൻഡ് ഇഫ് ദ ഇൻപുട്ട് ഈസ് എക്സ് ഓഫ് എൻ തന്നിട്ടുണ്ട്. എക്സ് ഓഫ് എൻ ഇസ് ഈക്വൽ ടു, നോക്കിയേ, ഫോർ n ഇസ് ഈക്വൽ ടു 0.875 ആണ് ഇൻപുട്ടിൻ്റെ വാല്യൂ. അതർവൈസ് ഇൻപുട്ട് 0, അതായത് നമ്മൾ n ഈസ് ഈക്വൽ ടു 0യിൽ മാത്രമേ ഇൻപുട്ട് കൊടുക്കുന്നുള്ളൂ. ബാക്കി എല്ലാ
വാല്യൂസ് ഓഫ് എന്നിലും ഇൻപുട്ട് 0 ആണ്. അപ്പോൾ ഇൻപുട്ട് 0 ആയാലും ഔട്ട്പുട്ടും 0 ആകേണ്ടതാണ്. ബട്ട് നമുക്കിവിടെ എന്താ വരുന്നത് നോക്കാം. അപ്പോൾ ഇത് ക്വസ്റ്റ്യൻ ആയിട്ടാണ് ചോദിക്കുന്നത്. ആൻഡ് റൗണ്ടിങ് അപ്ലൈഡ് ആഫ്റ്റർ ദ അരിത്തമെറ്റിക് ഓപ്പറേഷൻ അതായത് ടേബിൾ ഷോൺ ബിലോ ഇല്ലസ്ട്രേറ്റ്സ് ലിമിറ്റ് സൈക്കിൾ ബിഹേവിയർ. അപ്പോൾ ഇത്രയും പറഞ്ഞിട്ടായിരിക്കും ആ ലിമിറ്റ് സൈക്കിൾ ബിഹേവിയർ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എക്സാമിന് ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരു ഇക്വേഷൻ തന്നിട്ടുണ്ട്. എക്സ് ഓഫ് എൻ പ്ലസ് ആൽഫ ഇൻറ്റു വൈ ഓഫ് എൻ മൈനസ് 1 ഈസ് ഈക്വൽ ടു വൈ ഓഫ് എൻ. അപ്പോൾ അതാണ് ഫിൽറ്ററിൻ്റെ ഡിഫറൻസ് ഇക്വേഷൻ. അതിൽ ആൽഫയുടെ വാല്യൂ തന്നിട്ടുണ്ട്, എക്സ് ഓഫ് എൻ തന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇവിടെ ഈ പറയുന്ന ലിമിറ്റ് സൈക്കിൾ ഓസിലേഷൻസ് ഉണ്ടോ എന്നാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ അതിന് സിമ്പിളായിട്ട് ഓരോ ടേംസ് ടേബിളായിട്ട് എഴുതിയിട്ടുണ്ടെന്നേ ഉള്ളൂ. അപ്പോൾ എന്നിൻ്റെ വാല്യൂ 0, 1, 2, 3 അപ് ടു 5 വരെ എടുത്തിട്ടുണ്ട്. ദെൻ എക്സ് ഓഫ് എൻ്റെ വാല്യൂ എന്താണ്? എൻ ഈസ് ഈക്വൽ ടു 0ൽ 0.875 ആണ്. ബാക്കി ഏത് വാല്യൂ എടുത്താലും എക്സ് ഓഫ് എൻ്റെ വാല്യൂ 0 ആണ്. ഓക്കെ, സോ അത് എഴുതി. പിന്നെ വൈ ഓഫ് എൻ മൈനസ് 1, വൈ ഓഫ് എൻ 0 ആണ് ഇനിഷ്യലി. സോ വൈ ഓഫ് എൻ മൈനസ് 1ഉം ഇനിഷ്യലി 0 ആയിരിക്കും. ദെൻ ആൽഫ ഇൻറ്റു വൈ ഓഫ് എൻ മൈനസ് 1. അപ്പോൾ ഇനിഷ്യലി 0 ആണ്. അപ്പോൾ ആൽഫ ഇൻറ്റു വൈ ഓഫ് എൻ മൈനസ് 1ഉം 0 ആണ്. അപ്പോൾ നമ്മളിനി എന്താണ് ചെയ്യുന്നത്? ഫൈനൽ നമുക്ക് വേണ്ടത് വൈ ഓഫ് എൻ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഔട്ട്പുട്ട് ഓസിലേറ്റ് ചെയ്യുന്നുണ്ടോ എന്നാണ് നമുക്ക് ചെക്ക് ചെയ്യാനുള്ളത്. സോ വൈ ഓഫ് എൻ തന്നിട്ടുണ്ട്, എക്സ് ഓഫ് എൻ പ്ലസ് ആൽഫ ഇൻറ്റു വൈ ഓഫ് എൻ മൈനസ് 1. അപ്പോൾ ഇവിടെ ഈ ആൽഫ ഇൻറ്റു വൈ ഓഫ് എൻ മൈനസ് 1 എന്ന് പറയുമ്പോൾ അവിടെ പ്രോഡക്റ്റാണ് വരുന്നത്. പ്രോഡക്റ്റ് ക്വാണ്ടൈസേഷൻ അവിടെ നടക്കുന്നുണ്ട്. അതിനാണ് നമ്മൾ ക്വാണ്ടൈസ്ഡ് ആൽഫ വൈ ഓഫ് എൻ മൈനസ് 1 കാണുന്നത്. അപ്പോൾ അത് ആദ്യം മനസ്സിലാക്കുക. അതാണ് ക്യൂ ഓഫ് ആൽഫ ഇൻറ്റു വൈ ഓഫ് എൻ മൈനസ് 1 എന്ന് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ അതിനാദ്യം എൻ എഴുതി, എക്സ് ഓഫ് എൻ എഴുതി, വൈ ഓഫ് എൻ ആൽഫ ഇൻറ്റു വൈ ഓഫ് എൻ മൈനസ് 1 അത്ര എഴുതി കഴിഞ്ഞാൽ ദെൻ അതിൻ്റെ ക്വാണ്ടൈസ്ഡ് വാല്യൂ ആണ് എഴുതുന്നത്. അപ്പോൾ 0 ആണ്. ക്വാണ്ടൈസ്ഡ് വാല്യൂ എന്ന് പറയുമ്പോൾ 0 തന്നെയാണ്. ബട്ട് നമുക്ക് സൈൻ ബിറ്റ് ഉൾപ്പെടെ 4 ബിറ്റാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ 0.000 എന്ന് എഴുതി. അങ്ങനെയാണെങ്കിൽ വൈ ഓഫ് എൻ എന്തായിരിക്കും? വൈ ഓഫ് എൻ ഇസ് ഈക്വൽ ടു എക്സ് ഓഫ് എൻ പ്ലസ് ദിസ് തൊട്ട് മുന്നത്തെ വാല്യൂ ക്യൂ ഓഫ് ആൽഫ ഇൻറ്റു വൈ ഓഫ് എൻ മൈനസ് 1. സോ എക്സ് ഓഫ് എന്നിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഇവിടെ ക്വസ്റ്റിന് തന്നേക്കുന്നത് എത്രയാണ്? 0.875 ആണ്. സോ 0.875 പ്ലസ് ദിസ് വാല്യൂ വരും. അതിൻ്റെ വാല്യൂ ആണ് ഈ 7/8 എന്ന് പറയുന്നത്. ഫസ്റ്റ് ലൈൻ അങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്. എഗെയിൻ ഇത് തന്നെ റിപ്പീറ്റ് ചെയ്യും. സോ നെക്സ്റ്റ് കേസിൽ എൻ ഇസ് ഈക്വൽ ടു 1 ആകുമ്പോൾ എക്സ് ഓഫ് എൻ 0 ആണ്. വൈ ഓഫ് എൻ മൈനസ് 1 എന്താണ്? തൊട്ട് മുന്നേ കിട്ടിയ വൈ ഓഫ് എന്നിൻ്റെ വാല്യൂ, അത് 7/8 ആണ്. ആൽഫ ഇൻറ്റു വൈ ഓഫ് എൻ മൈനസ് 1 എന്ന് പറയുമ്പോൾ ആൽഫ 1/2 ആണ്. 1/2 ഇൻറ്റു 7/8 ചെയ്യുമ്പോൾ 7/16 വരും. അതിനെ നമ്മൾ ക്വാണ്ടൈസ് ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ ആണ് 0.100 എന്ന് പറയുന്നത്. അപ്പോൾ ഇതെങ്ങനെ കിട്ടുന്നതെന്ന് ചോദിച്ചാൽ ഈ 7/16 നമ്മൾ ബൈനറി ആയി കൺവേർട്ട് ചെയ്യുക. ബൈനറി ആയി കൺവേർട്ട് ചെയ്തതിന് ശേഷം സൈൻ ബിറ്റ് ഉൾപ്പെടെ 4 ബിറ്റ്സ് ആണ് വേണ്ടത്. അതിന് ശേഷമുള്ളതിന് നമ്മൾ റൗണ്ട് ഓഫ് ചെയ്തെടുക്കുക. ആ വാല്യൂ ആണ് ഈ 0.100 എന്ന് പറയുന്നത്. സോ ആ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ എക്സ് ഓഫ് എൻ ആഡ് ചെയ്യുക. എക്സ് ഓഫ് എൻ 0 ആണ്. സോ എഗെയിൻ അതിൻ്റെ ഡെസിമൽ വാല്യൂ 1/2. പിന്നെ ആ 1/2 എടുത്താണ് അടുത്ത സ്റ്റെപ്പ് ചെയ്യുന്നത്. ആ കിട്ടിയ 1/4 എടുത്താണ് അടുത്ത സ്റ്റെപ്പ് ചെയ്യുന്നത്. സോ ഇങ്ങനെ ചെയ്ത് പോകുമ്പോൾ നമുക്ക് ഔട്ട്പുട്ട് വൈ ഓഫ് എൻ എന്ന് പറയുന്നത് ഒബ്സർവ് ചെയ്താൽ മനസ്സിലാവും. ആദ്യം 7/8 ആയിരുന്നു, ദെൻ 1/2 ആയിരുന്നു, 1/4 ആയിരുന്നു. അത് പിന്നീട് കിട്ടുന്നത് 1/8. അപ്പം ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂവിലാണ് ആ ഒരു റിസൾട്ട് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ ഇൻപുട്ട് നോക്കിയാൽ ഇൻപുട്ട് എക്സ് ഓഫ് എൻ 0 ആണ്. n is equal to 1 to 5 വരെയും ഇൻപുട്ട് 0 ആണ്. ബട്ട് ഔട്ട്പുട്ട് എന്താണ്? ലാസ്റ്റ് ടേംസിലേക്ക് വരുമ്പോൾ 1/8 എന്ന് പറയുന്ന ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂ ആയിട്ട് ആണ് വരുന്നത്. സോ ഈ ഒരു എഫക്റ്റിനെയാണ് നമ്മൾ ലിമിറ്റ് സൈക്കിൾ ഓസിലേഷൻ എന്ന് പറയുന്നത്. ഇത് ആൽഫ ഈസ് ഈക്വൽ ടു 1/2 വരുന്ന കേസാണ്. ടെക്സ്റ്റിൽ സെയിം ക്വസ്റ്റിന് തന്നെ ആൽഫ ഈസ് ഈക്വൽ ടു -1/2 വരുന്ന ഒരു കേസ് കൂടിയുണ്ട്. അപ്പോൾ അവിടെ ഇത് ഓസിലേറ്റ് ചെയ്യുന്നത് 1/8നും -1/8നും ഇടയ്ക്കാണ്. അതായത് ആദ്യം 1/8 കിട്ടും, പിന്നെ -1/8 കിട്ടും, ദെൻ 1/8, ദെൻ -1/8 അങ്ങനെ ഓസിലേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ രണ്ട് കേസാണ് നമുക്ക് ടെക്സ്റ്റിൽ എക്സാമ്പിളായിട്ട് വന്നിട്ടുള്ളത്. ഈ രണ്ടും വാല്യൂസും വെച്ചും എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഈ ഒരു പ്രോബ്ലമാണ് നമ്മൾ ലിമിറ്റ് സൈക്കിൾ ഓസിലേഷൻ എന്ന് പറയുന്നത്. ഇൻപുട്ട് മാറ്റിക്കഴിഞ്ഞാൽ ഇൻപുട്ട് 0 ആയാലും ഔട്ട്പുട്ടിൽ അത് വാല്യൂ കാണിക്കുന്ന ആ ഒരു
പ്രോസസ്സ് അല്ലെങ്കിൽ ആ ഒരു എഫക്റ്റിനെയാണ് ലിമിറ്റ് സൈക്കിൾ ഓസിലേഷൻ എന്ന് പറയുന്നത്. ഇതിൻ്റെ റീസൺ എന്ന് പറയുന്നത് ഇതിലെ ഫൈൻ പ്രിസിഷൻ അരിത്തമെറ്റിക്, അതായത് പ്രോഡക്റ്റ് ക്വാണ്ടൈസേഷൻ അല്ലെങ്കിൽ പ്രോഡക്റ്റ് എടുക്കുമ്പോഴൊക്കെ ഉണ്ടാകുന്ന എറേഴ്സ്, ക്വാണ്ടൈസേഷൻ എടുക്കുമ്പോൾ ഉണ്ടാകുന്ന എറേഴ്സ് മൂലം ആ എറേഴ്സ് നോൺ ലീനിയാരിറ്റീസ് ആയിട്ട് ആക്ട് ചെയ്യുന്ന മൂലം ഉണ്ടാകുന്ന എഫക്റ്റാണ് ഈ പറയുന്ന ലിമിറ്റ് സൈക്കിൾ ഓസിലേഷൻസ് എന്ന് പറയുന്നത്. അപ്പം അത്രയാണ് അതിൽ വരുന്നത്. ഈ ഒരു പ്രോബ്ലം ഇങ്ങനെ പഠിച്ചു വെക്കാൻ പാടില്ല. ഇത് നിങ്ങൾ ടേബിളായിട്ട് വരച്ച് തന്നെ നോക്കുക. വരച്ച് ഈ വാല്യൂ കിട്ടുന്നുണ്ടോ എന്ന് വെരിഫൈ ചെയ്യുക. കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, ഞാനത് ചെയ്ത് വീഡിയോ നിങ്ങൾക്ക് തരാം. കാരണം ഇത് എക്സാമിന് ഇങ്ങനെ തന്നെ ചോദിക്കാറുണ്ട്. നമുക്ക് ഈ മൊഡ്യൂളിൽ നിന്ന് ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നൊരു പോർഷനാണ് ഇത്. ചിലപ്പോൾ എസ്എ പാർട്ടിൽ ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് അത് ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുന്നത്. പിന്നെയുള്ള ഒരു ടേം എന്ന് പറയുന്നത് ഡെഡ് ബാൻഡ് ആണ്. ഡെഡ് ബാൻഡ് എന്ന് പറയുന്നത് ഡെഫിനിഷൻ പഠിച്ചാൽ മതി. ദ ലിമിറ്റ് സൈക്കിൾ ഒക്കേഴ്സ് ആസ് എ റിസൾട്ട് ഓഫ് ദ ക്വാണ്ടൈസേഷൻ എഫക്ട്സ് ഇൻ മൾട്ടിപ്ലിക്കേഷൻ. അപ്പോൾ നേരത്തെ പറഞ്ഞു തന്നെയാണ്, മൾട്ടിപ്ലിക്കേഷൻ ക്വാണ്ടൈസേഷൻ എഫക്റ്റ് മൂലമാണ് ലിമിറ്റ് സൈക്കിൾ ഉണ്ടാകുന്നത്. ആൻഡ് ദ ആംപ്ലിറ്റ്യൂഡ് of the output during a limit cycles are confined to a range of values that is called a dead band. അപ്പോൾ ഈ ലിമിറ്റ് സൈക്കിൾ ഓസിലേഷൻ ഉണ്ടാകുന്നതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് ഒരു റേഞ്ചിലായിരിക്കും ഉണ്ടാവുക. ആ ഒരു റേഞ്ചിനെയാണ് ഡെഡ് ബാൻഡ് എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു ഡെറിവേഷനൊക്കെ ടെക്സ്റ്റിലുണ്ട്, നമുക്കതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഈക്വേഷൻ ഓർത്തിരിക്കുക. y(n-1) ആ റേഞ്ച് എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഹാഫ് 2⁻⁻b ഡിവൈഡ് ബൈ 1 - മോഡുലസ് ഓഫ് ആൽഫ. അപ്പോൾ ആൽഫ എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ ഇക്വേഷനിൽ കോഎഫിഷ്യൻ്റ് ആണ്, ബി എന്ന് പറയുന്നത് നമ്പർ ഓഫ് ബിറ്റ്സ് ആണ്. സോ ആ ഒരു ഡെഫിനിഷൻ ഓർത്ത് വെക്കുക. ദെൻ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഓവർഫ്ലോ ലിമിറ്റ് സൈക്കിൾ ഓസിലേഷൻ. അപ്പോൾ 2 ടൈപ്പ് ലിമിറ്റ് സൈക്കിൾ ഓസിലേഷൻ ആണ് വരുന്നത്. ഫസ്റ്റ് വൺ സീറോ ഇൻപുട്ട് ലിമിറ്റ് സൈക്കിൾ ഓസിലേഷൻ, അതാണ് നമ്മൾ ആദ്യം പറഞ്ഞത്. നെക്സ്റ്റ് വൺ ഇസ് ഓവർഫ്ലോ ലിമിറ്റ് സൈക്കിൾ ഓസിലേഷൻ. ദാറ്റ് ഈസ് ഇൻ അഡീഷൻ ടു ലിമിറ്റ് സൈക്കിൾ ഓസിലേഷൻ കോസിംഗ് ബൈ റൗണ്ടിങ് the result of multiplication, there are several types of limit cycle oscillations caused by addition, which makes the filter output oscillate between maximum and minimum amplitudes. അപ്പോൾ പ്രോഡക്റ്റ് അല്ലെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ മൂലം ഉണ്ടാകുന്ന എററാണ് സീറോ ഇൻപുട്ട് ലിമിറ്റ് സൈക്കിൾ ഓസിലേഷൻ എങ്കിൽ, അഡിഷൻ മൂലം ഉണ്ടാകുന്ന എററാണ് ഓവർഫ്ലോ ലിമിറ്റ് സൈക്കിൾ ഓസിലേഷൻസ് എന്ന് പറയുന്നത്. ആ ഒരു ഡിഫറൻസാണ് ഇവിടെ വരുന്നത്. ഇവിടെയും ഈ പറഞ്ഞ പോലെ 2 വാല്യൂസിൻ്റെ ഇടയ്ക്ക് ദ ഔട്ട്പുട്ട് ഓസിലേറ്റ്സ് ബിറ്റ്വീൻ മാക്സിമം ആൻഡ് മിനിമം വാല്യൂസ് ഓഫ് ആംപ്ലിറ്റ്യൂഡ്സ്. ആൻഡ് സച്ച് ലിമിറ്റ് സൈക്കിൾസ് ഹാവ് ബീൻ റിഫേർഡ് ടു ആസ് ഓവർഫ്ലോ ഓസിലേഷൻസ്. അപ്പോൾ ഓവർഫ്ലോ എന്ന് പറയുന്നത് എപ്പോഴും വരുന്നത് അഡിഷൻ മൂലമാണ്. നമ്മൾ ആഡ് ചെയ്ത് സേവ് ചെയ്യാൻ നോക്കുമ്പോൾ നമ്മൾ ആ രജിസ്റ്റർ ലെങ്ത് കപ്പാസിറ്റിക്ക് പുറത്ത് പോവുകയാണെങ്കിൽ അവ നമ്മളവിടെ റൗണ്ട് ചെയ്യും. അതുമൂലം ഉണ്ടാകുന്ന എറേഴ്സാണ് ഓവർഫ്ലോ എറേഴ്സ് എന്ന് പറയുന്നത്. സോ ആ ഒരു എഫക്റ്റ് മൂലം ഉണ്ടാകുന്ന ഓസിലേഷൻസ് ആണ് ഓവർഫ്ലോ ഓസിലേഷൻസ് എന്ന് പറയുന്നത്. An overflow in addition of 2 or more binary numbers occurs when the sum exceeds the word size of the registers. അപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെയാണ്, 2 നമ്പേഴ്സ് ആഡ് ചെയ്തിട്ട് അതിൻ്റെ സം സ്റ്റോർ ചെയ്യാൻ നോക്കുമ്പോൾ രജിസ്റ്ററിൻ്റെ കപ്പാസിറ്റി കൂടുതലാണെങ്കിലാണ് നമുക്കവിടെ റൗണ്ട് ചെയ്യേണ്ടി വരുന്നത്. അപ്പോൾ റൗണ്ട് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ എറർ വരും. അതിനെയാണ് ഓവർഫ്ലോ എറർ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിൾ ജസ്റ്റ് പറഞ്ഞേക്കുന്നേ ഉള്ളൂ. 2 നമ്പേഴ്സ് n1 എത്രയാണ് 7/8 n2 6/8 ആണ് തന്നേക്കുന്നത്. അത് രണ്ടും കൂടി ആഡ് ചെയ്ത് വരുമ്പോൾ നമുക്ക് അത് -5/8 ആയിട്ടാണ് ഇൻ്റർപ്രിറ്റ് ചെയ്ത് വരുന്നത്. കാരണം ആഡ് ചെയ്യുമ്പോൾ ഇവിടെ 1.101 എന്ന് വരും. ആ 1 സൈൻ മാഗ്നിറ്റ്യൂഡ് വെച്ചിട്ടാണ് നെഗറ്റീവിനെ ഇൻഡിക്കേറ്റ് ചെയ്യും. സോ ആ ഒരു എററാണ് ഓവർഫ്ലോ എറർ എന്ന് പറയുന്നത്. അതുമൂലമാണ് നമുക്ക് ഈ പറയുന്ന കൈൻഡ് ഓഫ് ഓസിലേഷൻസ് എഫക്റ്റ് ചെയ്യുന്നത്.